ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. തെച്ചി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞ തൂവിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണേണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണേണം. ഹായ്, എല്ലാ കൂട്ടുകാർക്കും സൈക്കോസ് വിഷന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരളത്തിലെ ദേശീയ ഉത്സവമാണ് വിഷു. ഐശ്വര്യത്തിന്റെയും സമാധാനത്തിന്റെയും പ്രതീക്ഷയുടെയും ദേശീയ ഉത്സവമാണ് കേട്ടോ നമ്മുടെ വിഷു എന്ന് പറയുന്നത്. മലയാള മാസം മേടം 1-നാണ് നമ്മൾ എല്ലാവരും വിഷു ആഘോഷിക്കുന്നത്. രാവും പകലും തുല്യമായി വരുന്ന ദിവസമാണ് കേട്ടോ നമ്മുടെ വിഷു. നമ്മുടെ വിഷു ആഘോഷിക്കുന്നതിൻ്റെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ, ഭൂമിദേവിയുടെയും വിഷ്ണുവിൻ്റെയും പുത്രനായ നരകാസുരൻ അഹങ്കാരിയാവുകയും ഭൂമിയിലെ ജനങ്ങളെയും ദേവന്മാരെയും ഉപദ്രവിക്കുകയൊക്കെ ചെയ്തായിരുന്നു. ഭഗവാൻ ശ്രീകൃഷ്ണൻ അപ്പോഴേ ഗരുഡ സമേതനായി ചെന്ന് നരകാസുരനെ വധിച്ച ദിവസമാണ് വിഷു എന്ന് പറയപ്പെടുന്നു കേട്ടോ. വിഷു ആഘോഷിക്കുന്നതിനുള്ള മറ്റൊരു ഐതിഹ്യമാണ്, അതായത് നമ്മുടെ രാവണന്റെ കാലത്ത് സൂര്യൻ കിഴക്ക് ഉദിച്ചിരുന്നില്ല. എന്നാൽ രാവണ വധത്തിന് ശേഷം സൂര്യൻ കിഴക്ക് ഉദിച്ചുവെന്നും അതിന്റെ ഓർമ്മയ്ക്കായിട്ടാണ് കേട്ടോ നമ്മൾ ആ ദിവസം വിഷുവായിട്ട് ആഘോഷിക്കുന്നു എന്നതാണ് കേട്ടോ ഒരു ഐതിഹ്യം. ഓണം കഴിഞ്ഞാൽ മലയാളികളുടെ ഏറ്റവും വലിയൊരു ആഘോഷം, ഉത്സവം തന്നെയാണ് കേട്ടോ നമ്മുടെ വിഷു എന്ന് പറയുന്നത്. അടുത്ത വർഷത്തെ വിളവെടുപ്പിനെ കുറിച്ച് ജനങ്ങൾ ഇക്കാലയളവിൽ ചിന്തിക്കുന്നു കേട്ടോ. വിഷുഫലം എന്നാണ് കേട്ടോ നമ്മൾ അതിനെ പറയുക. വിഷുവിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്തൊക്കെയാണെന്ന് നിങ്ങൾക്കറിയാമല്ലോ. കണി ഒരുക്കുക, പിന്നെ ഫാമിലിയോട് ഒന്നിച്ചിരുന്ന് എല്ലാവരുമായിട്ട് കണി കാണുക, പിന്നെ പുതുവസ്ത്രങ്ങൾ ധരിക്കുക, പിന്നെ എല്ലാവരും ഒന്നിച്ചിരുന്ന് വിഷു സദ്യ കഴിക്കുക, കൈനീട്ടം വാങ്ങുക. ഇതൊക്കെയാണ് നമ്മുടെ വിഷുവിലെ പ്രധാനപ്പെട്ട ചടങ്ങുകൾ എന്ന് പറയുന്നത്. നമ്മളെ കണിക്കുന്നതിലെ പൂക്കൾ, ആ മഞ്ഞ പൂക്കളുണ്ടല്ലോ, അത് നമ്മുടെ വിഷുവിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് തന്നെയാണ് കേട്ടോ. കേരളത്തിൽ മാത്രമല്ല വിഷു ആഘോഷിക്കുന്നത്, നമ്മുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന സംസ്ഥാനങ്ങളിലും വിഷു ആഘോഷിക്കാറുണ്ട്. നമ്മുടെ വിഷുവിന് സമാനമായിട്ടുള്ള ആഘോഷങ്ങൾ ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളിലും ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ഈ ആഘോഷങ്ങളെല്ലാം നമ്മുടെ വർഷ ആരംഭത്തെ സൂചിക്കുന്നതാണ് കേട്ടോ. നമ്മുടെ പണ്ട് കാലങ്ങളിലെ നമ്മുടെ സാധാരണയല്ല, ഭാരതത്തിലുള്ള എല്ലാവരും പണ്ട് കാലങ്ങളിലെ വർഷ ആരംഭം എന്ന് കൊണ്ട് ആഘോഷിക്കുന്ന കുറേ ആഘോഷങ്ങൾ, അതാണ് ഞാൻ മുൻപ് പറഞ്ഞത്. വിഷു അതുപോലെയുള്ള സാമ്യമായിട്ടുള്ള ഒരുപാട് ആഘോഷങ്ങൾ ഉണ്ടെന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ പുള്ളുവൻ പാട്ടിലും വിഷു ഐതിഹ്യത്തെക്കുറിച്ച് പറയാറുണ്ട് കേട്ടോ. നമ്മുടെ പൊലിക എന്നൊക്കെ ഉള്ള പാട്ടുണ്ടല്ലോ, അതൊക്കെ നമ്മുടെ വിഷുവിനെ കുറിച്ചൊക്കെ നല്ല ഇത്, അതായത് പുള്ളുവൻ പാട്ടാണ്. അതിനെക്കുറിച്ചൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അതിനകത്ത് പറയാറുണ്ട്. വിഷുവിന് ചെയ്യുന്ന കാര്യങ്ങൾ അടുത്ത ഒരു കൊല്ലം വരെ നിലനിൽക്കുമെന്നാണ് കേട്ടോ വിശ്വാസം. കേരളത്തിൽ ശ്രീകൃഷ്ണന്റെ ആരാധനയുമായി വളരെയധികം ബന്ധം നമ്മുടെ വിഷുവിനുണ്ട്. നമ്മുടെ ഈ വിഷു ദിനത്തിലെ നമ്മുടെ ശ്രീകൃഷ്ണൻ്റെ ക്ഷേത്രങ്ങൾ ആയ ഗുരുവായൂർ, ശ്രീ ഗുരുവായൂർ അപ്പൻ്റെയൊക്കെ നടയിലെന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷങ്ങളൊക്കെയാണ് നടക്കാറുണ്ട്. അവിടെ ഒരുപാട് ആചാരങ്ങളും കാര്യങ്ങളൊക്കെ നടക്കാറുണ്ട് കേട്ടോ. ഈ ഇങ്ങനെയുള്ള ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിലൊക്കെ നമ്മുടെ ഒരുപാട് ആൾക്കാർ, ജനസമൂഹം തന്നെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ജനങ്ങൾ, ലക്ഷക്കണക്കിന് ആൾക്കാർ നമ്മുടെ അവിടുത്തെ ഓരോ ചടങ്ങുകളിലായിട്ട് പങ്കെടുക്കാൻ വേണ്ടി അവിടെ എത്താറുണ്ട് ഈ വിഷു ദിനത്തിൽ. വിഷുവിന് ശബരിമല ക്ഷേത്രത്തിലും പ്രത്യേക പൂജകളോട് കൂടിയ ദർശനത്തിന് സൗകര്യമുണ്ട്. നമ്മുടെ ഈ വിഷുവുമായി സാമ്യമുള്ള ഒരു ആഘോഷം എന്താ പറഞ്ഞാൽ ബിസു പെർബ എന്ന് പറയുന്ന ഒരു ആഘോഷം, അത് നമ്മുടെ തുളു നാടിലൊക്കെ ആഘോഷിക്കാറുണ്ട് കേട്ടോ. കൂട്ടുകാരെ, നമ്മുടെ ഈ വിഷു എന്നുള്ള ഈ വാക്കിനർത്ഥം എന്തെന്നറിയോ? തുല്യമായത് എന്നാണ്. നമ്മുടെ എല്ലാവരും അന്യോന്യം തുല്യമായ ആൾക്കാർ എന്നുള്ളൊരു അർത്ഥം കൂടി നമ്മുടെ ഈ വിഷു എന്നുള്ള വാക്കിനുണ്ട്. കൂടാതെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ രാവും പകലും തുല്യമായതാണ്. അങ്ങനെയും ഒരു ഇത് വെച്ചുകൊണ്ടാണ് ഈ വാക്ക്, ഈ വിഷു എന്നുള്ളൊരു ഇത് തന്നെ ഇതിൽ പ്രയോഗമായിട്ട് വന്നിരിക്കുന്നത്. ഒരു രാത്രിയിൽ നിന്നും അടുത്ത രാത്രിയിലേക്ക് നമ്മുടെ സൂര്യൻ മൂവ് ചെയ്യുന്ന ഒരു ടൈമാണ് നമ്മുടെ സംക്രാന്തി എന്ന് പറയുന്നത്. ഈ സംക്രാന്തി എന്ന് പറയുന്നത് മഹാവിഷു എന്ന് സൂചിപ്പിക്കാറുണ്ട്. എന്ന് പറഞ്ഞാൽ അത് സാധാരണ പണ്ട് കാലങ്ങളിലുള്ള ആൾക്കാരൊക്കെ പറയാറുള്ളതാണ്. തുടക്കത്തിലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ വിഷുവിലെ പ്രധാനപ്പെട്ട കുറച്ച് ചടങ്ങുകൾ. അതിൽ പ്രധാനപ്പെട്ട ചടങ്ങാണ് നമ്മൾ കണി കാണുക എന്ന് പറയുന്നത്. അപ്പോൾ ഈ കണി കാണാനായിട്ട് നമ്മൾ ഒരു ഒരുക്കേണ്ട രീതിയുണ്ട്. അപ്പോൾ നമ്മുടെ കണി ഒരുക്കേണ്ടത് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മുതിർന്ന സ്ത്രീയാണ് കണി ഒരുക്കേണ്ടതും. അതുപോലെ നമ്മുടെ കുടുംബാംഗങ്ങളെ വിളിച്ചുണർത്തി കണി കാണിക്കേണ്ട ചുമതലയും ആ കുടുംബത്തിലെ മുതിർന്ന സ്ത്രീകൾക്കാണ്. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ഈ വിഷുക്കണി ഒരുക്കേണ്ടത് എന്നതിനെ പറ്റിയുള്ളത് നമുക്കൊന്ന് കേൾക്കാം.
കൂട്ടുകാരെ, തേച്ചൊരുക്കിയ ഓട്ടുരുളിയിൽ അരിയും നെല്ലും ഉപയോഗിച്ച് പാതി നിറച്ച് കൂടെ അലക്കിയ മുണ്ടും പൊന്നും പാൽക്കണ്ണാടിയും പിന്നെ നമ്മുടെ കണി വെള്ളരിയും കണിക്കൊന്നയും പഴുത്ത അടയ്ക്കയും പിന്നെ വെറ്റിലയും പിന്നെ നമ്മുടെ കൺമഷി, ചാന്ത്, സിന്ദൂരം, നാരങ്ങ എന്നിവയും പിന്നെ കിഴക്കോട്ട് തിരിയിട്ട് കത്തിച്ച് നമ്മളൊരു നിലവിളക്കും നാളികേര പാതിയും ശ്രീകൃഷ്ണൻ്റെ വിഗ്രഹവും വെച്ചാണ് വിഷുക്കണി സാധാരണ ഒരുക്കുന്നത് കേട്ടോ. വിഷുക്കണിയിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് കേട്ടോ നമ്മുടെ ഈ കണിക്കൊന്ന. വിഷുവിന് കണിക്കൊന്നോളം പ്രാധാന്യം തന്നെ നമ്മുടെ ഈ മൈപ്പീലിക്കുമുണ്ട് കേട്ടോ. ഐശ്വര്യപൂർണമായത്, അതായത് പ്രകാശവും ധനവും ഫലവും ധാന്യങ്ങളും എല്ലാം ചേർന്ന വിഷുക്കണി കണ്ടുണരുമ്പോൾ പുതിയൊരു ജീവിത ചക്രമണത്തിലേക്കുള്ള വികാസമാണത്രേ സംഭവിക്കുക എന്നാണ് പ്രായമുള്ളവർ നമ്മുടെ അടുത്ത് പറയാറുള്ളത് കേട്ടോ. പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ കുറിക്കോട്ട്, വെള്ളിപ്പണം, പിന്നെ ചക്ക, മാങ്ങ പോലെയുള്ള നാടൻ ഐറ്റങ്ങളും കണി കാണാനായിട്ട് വെക്കാറുണ്ട് കേട്ടോ. നമ്മുടെ ഈ കണി കാണുന്ന സമയം നമ്മുടെ കത്തിച്ച ചന്ദനത്തിരി, പിന്നെ കസവുമുണ്ട്, ഓട്ടുകിണ്ടി ഇങ്ങനെയുള്ളതും ഇതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കണം എന്ന് പറയാറുണ്ട്. കണി കാണേണ്ട രീതി എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ പറഞ്ഞല്ലോ, മുതിർന്ന സ്ത്രീയാണ് രാത്രി കണിയെല്ലാം ഒരുക്കി വച്ചതിന് ശേഷം പുലർച്ചെ എഴുന്നേറ്റ് കണി കണ്ടതിന് ശേഷം ബാക്കിയുള്ള ഫാമിലി മെമ്പേഴ്സിന്റെ കണ്ണ് പൊത്തി കണി ഒരുക്കിയ സ്ഥലത്ത് കൊണ്ടുവന്നതിന് ശേഷമാണ് ബാക്കി ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും കണി കാണുന്നത്. കണി കണ്ടതിന് ശേഷം മുതിർന്ന ഗൃഹനാഥ അല്ലെങ്കിൽ ഗൃഹനാഥൻ ഫാമിലി മെമ്പേഴ്സിനെല്ലാം വിഷു കൈനീട്ടം കൊടുക്കാറുണ്ട്. ആദ്യകാലങ്ങളിൽ നമ്മുടെ സ്വർണം, വെള്ളി ഇങ്ങനെയുള്ള നാണയങ്ങൾ, നമ്മുടെ ചെറിയ തുട്ട് നാണയങ്ങളായിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത്. പിന്നെ വർഷം കഴിഞ്ഞു പോകുന്നതോറും അതിൻ്റെയൊക്കെ മൂല്യം കൂടുതലായി. അപ്പോൾ നമ്മുടെ സാധാരണ രീതിയിലുള്ള നമ്മുടെ വെള്ളിത്തുട്ട് ഇപ്പോൾ സാധാരണ കാണാറില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, നോട്ടാണെങ്കിലും അല്ലെങ്കിൽ ചില്ലറ നമ്മൾ ഉള്ളതെന്തോ അതാണ് ഇപ്പോൾ സാധാരണ കൊടുക്കാറുള്ളത്. നമ്മുടെ സമ്പദ് സമൃദ്ധിയുടെ സൂചകമായിട്ടാണ് സാധാരണ രീതിയിൽ കൈനീട്ടം കൊടുക്കാറുള്ളത്. അവിടെ ചേരാനെല്ലൂർ എന്ന് പറയുന്ന പ്രദേശത്ത് അവിടെ ആ ഒരു വിഷു ദിനത്തിൽ അവിടെ ഒരു വ്യാപാരം നടക്കാറുണ്ട്. അത് നമ്മുടെ ഈ വിഷു കൈനീട്ടം അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. അതിനെ ഇവിടെ അറിയപ്പെടുന്നത് വിഷു മാറ്റം എന്നാണ് കേട്ടോ. വിഷു മാറ്റം എന്നാണ് സാധാരണ അതിനെ പറയുന്നത്. പണ്ടുകാലങ്ങളിൽ വിഷുഫലം പറയുമായിരുന്നു. പണിക്കരാണ് നമ്മുടെ വീടുകളിൽ വന്നിട്ട് വിഷുഫലം പറയുമായിരുന്നത്. നമ്മുടെ മഴയെക്കുറിച്ചും ഉള്ള കാര്യങ്ങളൊക്കെ പറയുമായിരുന്നു. പിൽക്കാലത്ത് അത് കുറവായി എന്ന് പറഞ്ഞാൽ അതിപ്പോൾ സാധാരണ രീതിയിൽ അവർ വന്ന് നമ്മൾ ഈ വിഷുഫലം എല്ലാം പറഞ്ഞിട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് അവർക്ക് കിട്ടുന്ന ആ ഒരു പ്രതിഫലം യാവന എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ഇപ്പോഴ് അതങ്ങനെ കാണാറില്ല. പണ്ട് കാലങ്ങളിൽ വളരെ സാധാരണ നടന്നിരുന്ന ഒരു ചടങ്ങായിരുന്നു അത്. പിന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെയാണ് എല്ലാവരും വിഷുവിന് ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും ഒത്തുകൂടും. നമ്മുടെ അടുത്തുള്ള ബന്ധുക്കളെല്ലാവരും ഒത്തുകൂടും. അന്ന് അവരെല്ലാവരും ചേർന്ന് വിഷു സദ്യയൊക്കെ ഉണ്ടാക്കി കഴിക്കും. അതുമാത്രമല്ല അന്ന് എല്ലാവരും ഇടുന്നത് പുതുവസ്ത്രമായിരിക്കും കേട്ടോ ഇടുന്നത്. നമ്മുടെ എല്ലാവരും മലയാളികളായിട്ടുള്ള സ്ത്രീകളെല്ലാവരും മിക്കവാറും നമ്മുടെ ഈ കേരളീയ വേഷമായിരിക്കും മിക്കവാറും ഒക്കെ എല്ലാവരും ഇടുന്നത്. പിന്നെ ധാവണി, ഹാഫ് സാരി അങ്ങനെയൊക്കെയുള്ള ഡ്രസ്സുകളായിരിക്കും കേട്ടോ കൂടുതലും ഉപയോഗിക്കുന്നത്. നമ്മുടെ നാടൻ രീതിയിൽ ഇപ്പോഴും വിഷു ആഘോഷിക്കുന്നുണ്ട്. അതുമാത്രമല്ല നമ്മുടെ വിഷുവിന് കണിയൊരുക്കാൻ വേണ്ടിയിട്ടുള്ള ഐറ്റംസ് എല്ലാം നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. നമുക്ക് കണിക്കൊന്നയൊക്കെ ഇപ്പോൾ മിക്കവാറും കാണാനില്ല. കൂടുതലും അവരൊക്കെ മിക്ക ആളുകളും മാർക്കറ്റിൽ പോയി വാങ്ങിയിട്ടാണ് കണിക്കൊന്നയൊക്കെ വെക്കുന്നത് കേട്ടോ. അപ്പോൾ സുലഭമായി നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ കണി വെക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഐറ്റംസ് കിറ്റ് തന്നെ നമ്മുടെ ഇവിടെയൊക്കെ ലഭ്യമാണ് കേട്ടോ. ഓണം കഴിഞ്ഞാൽ മലയാളികൾ എല്ലാവരും ഒത്തൊരുമയോടെ ആഘോഷിക്കുന്ന ഒരു ഉത്സവമാണ് നമ്മുടെ വിഷു. അന്ന് ഓണം കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും ഒത്തൊരുമിച്ച് ഇരുന്ന് വിഷു കഴിക്കുന്നതെന്ന് പറയുമ്പോൾ വിഷുസദ്യയാണ്. ഫാമിലി മെമ്പേഴ്സ് എല്ലാവരും നമ്മൾ ഓണത്തിന് തയ്യാറാക്കിയതുപോലെ തന്നെ എല്ലാ വിഭവങ്ങളും കാണും. അച്ചാറ്, തൊട്ടുകറികൾ, പിന്നെ പായസം എല്ലാം അടങ്ങിയ ഒരു അടിപൊളി സദ്യയായിരിക്കും വിഷുസദ്യ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് വിഷു, എങ്ങനെയാണ് വിഷുവിൻ്റെ ഐതിഹ്യം, ചരിത്രം, കുറച്ച് കാര്യങ്ങൾ, ചടങ്ങുകൾ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരുന്നു ഇന്നത്തേത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. എപ്പോഴും പറയും പോലെ ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുതേ. അപ്പോൾ താങ്ക്